മധ്യപ്രദേശിലെ സാഗർ രൂപതയുടെ അധ്യക്ഷൻ അഭിവന്യ മാർ ജെയിംസ് അത്തിക്കളം പിതാവാണ് ഇന്ന് ശാലോം പ്രേക്ഷകരുടെ മുമ്പിൽ അതിഥിയായി എത്തുന്നത്. അഭിവന്യ പിതാവിന് സ്വാഗതം. താങ്ക് യു. 1984 വൈദിക പട്ടം സ്വീകരിച്ച അഭിവന്യ അത്തിക്കളം പിതാവ് MST സഭാംഗമാണ്. MST സഭയുടെ ഔദ്യോഗികമായ വിവിധ ചുമതലകൾ ഈ കാലയളവിലെല്ലാം ചെയ്ത് വളരെ ശ്രദ്ധേയമായ വ്യക്തിത്വമാണ് അഭിവന്യ അത്തിക്കളം പിതാവിൻ്റേത്. അഭിവന്യ പിതാവ് തൻ്റെ ഔദ്യോഗികമായ തിരക്കുകൾക്കിടയിലും ശാലോം പ്രേക്ഷകരുമായി തൻ്റെ അനുഭവങ്ങൾ പങ്കിടാനെത്തിയതിൽ അതിയായ സന്തോഷം. അഭിവന്യ പിതാവിന് ഒരിക്കൽ കൂടി സ്വാഗതം. പിതാവ് 1984 വൈദിക പട്ടം സ്വീകരിച്ചു. അന്നു മുതൽ ഒരു മിഷൻ കേന്ദ്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മിഷൻ കേന്ദ്രങ്ങളിലെ ആ ആദ്യ കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങളും ഇപ്പോൾ എത്തി നിൽക്കുന്ന കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ പിതാവിൻ്റെ ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ, ഒന്ന് പങ്കിടാമോ? 1984 പട്ടം സ്വീകരിച്ചതിന് ശേഷം ഞാൻ ആദ്യം പോകുന്നത് ഉജ്ജയിൻ രൂപതയിലേക്കാണ്. കാരണം ഉജ്ജയിൻ രൂപത MSTക്കാർക്ക് നൽകിയിരിക്കുന്ന ഒരു മിഷൻ പ്രദേശമായിരുന്നു. 1968 സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി 3 എക്സാർക്കേറ്റുകൾ അനുവദിച്ചു. സാഗർ, സത്ന, ഉജ്ജയിൻ. 1977 ഈ 3 എക്സാർക്കേറ്റുകളും രൂപതയായി മാറി. ഞാൻ 1984 മിഷനിൽ ചെന്നു. അതിനു മുമ്പ് 1980 1 വർഷത്തിലധികം അവിടെ റീജൻസി ചെയ്തിരുന്നു. അതിനുശേഷം തിയോളജി പഠിച്ചു. പിന്നെ അച്ഛനായിട്ട് 84 ഉജ്ജയിനിൽ ചെല്ലുക. അപ്പോഴൊരു വില്ലേജ് മിഷൻ സ്റ്റേഷനിലാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നത്. ഹർഷദാൻ എന്ന് പറഞ്ഞ ഒരു മിഷൻ സ്റ്റേഷനിലാണ് ആദ്യത്തെ 3 മാസം അവിടെ ആരംഭിക്കുക. LKGയിലെ ക്ലാസ് ടീച്ചർ പോലെയുള്ള ഒരു ജോലിയാണ് ആദ്യം തുടങ്ങുക. അതിനുശേഷം ബഡ്നഗറിലേക്ക് മാറി 3 വർഷം വിവിധ മിഷൻ സ്റ്റേഷനുകളിൽ ജോലി ചെയ്തു. അതോടൊപ്പം തന്നെ ഉജ്ജയിൻ രൂപതയുടെ മൈനർ സെമിനാരിയിൽ പഠിപ്പിക്കുകയും അവിടുത്തെ പ്രൊക്രേറ്ററായിട്ടും ജോലി ചെയ്തു. പിന്നീട് പഠിക്കുവാനായിട്ട് പോയി. ആദ്യകാലങ്ങളിൽ അതായത് 1984 അനുഭവങ്ങളൊക്കെ ഇപ്പോഴത്തെ അനുഭവങ്ങളൊക്കെ ആയിട്ട് വളരെ വ്യത്യസ്തമാണ്. അന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതലും വില്ലേജിൽ പോകുക, വീടുകൾ സന്ദർശിക്കുക, പ്രാർത്ഥന ഭജൻ മണ്ഡലി ഓർഗനൈസ് ചെയ്യുക, അത് പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ അതിലുപരിയായിട്ട് സാമൂഹിക പ്രവർത്തനങ്ങൾ, CRS വഴി റോഡ് പണിയിക്കുക, കൃഷിക്കാർക്ക് കിണർ കുഴിക്കുക. നമ്മൾ ഗോതമ്പും എണ്ണയും പിന്നെ ലേബറായിട്ട് ചാർജായിട്ട് കൊടുക്കും, അവർ കുഴിക്കും. അവർക്ക് വേണ്ടിയിട്ട് തന്നെ റോഡ് വെട്ടുന്നതാണേലും കിണർ കുഴിക്കുന്നതിലും അങ്ങനെയുള്ള ഒരു പ്രവർത്തന ശൈലിയായിരുന്നു 1980-കളിലൊക്കെ ചെയ്തിരുന്നത്. ഞാൻ 87 വരെ അവിടെ ഉജ്ജയിനിലുണ്ടായിരുന്നു. ആ അവസരത്തിൽ ആളുകളൊക്കെ അവിടുത്തെ ജനങ്ങളൊക്കെ നമ്മളോടൊക്കെ ഒത്തിരി ഫ്രണ്ട്ലിയാണ്. നമ്മളെ വിളിക്കും, ക്ഷണിക്കും, വില്ലേജിലോട്ട് വരണം, നിങ്ങളിവിടെ സ്കൂൾ തുടങ്ങണം, അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ കൂടുതൽ നിർബന്ധിക്കുന്നവർ അല്ലെങ്കിൽ കൂടുതൽ ഫ്രണ്ട്ലി ആയിരിക്കുന്നവർക്ക് സ്ഥലങ്ങളിലോട്ടൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. വീട് സന്ദർശിക്കുകയും ഭജൻ മണ്ഡലികൾ നടത്തും. ബഡ്നഗറിലായിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഞങ്ങൾ 3 ദിവസം പോയി താമസിച്ചു. അവരുടെ തന്നെ വീടുകളിൽ പോയി താമസിച്ചൊരു കാര്യം ഇപ്പം ഓർമ്മയിൽ വന്നുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ കൊച്ചച്ഛന്, വികാരിയച്ഛനുണ്ട്, സിസ്റ്റേഴ്സുണ്ട്. അപ്പം 2 വീടുകളിലായിട്ട് അവരുടെ വീടുകളിൽ താമസിച്ച് അവിടെയുള്ള ആളുകളെയൊക്കെ സന്ദർശിച്ചു, പ്രാർത്ഥനയൊക്കെ. അപ്പോൾ വളരെ പാവപ്പെട്ട ഏരിയയാണ്. രാവിലെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ നമ്മൾ പറമ്പിലോട്ടൊക്കെ പോകണം. അപ്പോൾ സിസ്റ്റേഴ്സൊക്കെ ആദ്യം പറയും ഒരു സൈഡിൽ പോകും, നമ്മൾ അങ്ങനെയൊക്കെയുള്ള ആ രീതിയിലുള്ള പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് പോലുള്ള അടിസ്ഥാന സൗകര്യം ഇല്ലായിരുന്ന കാര്യമാണ്. ഇപ്പോഴും ഇൻറ്റീരിയർ വില്ലേജുകളിൽ പല സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് സ്ഥിതിവിശേഷങ്ങൾ. പക്ഷേ സിറ്റികളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ
അതാണ് 80കളിലെ. ഇന്ന് ഇപ്പം ഞാൻ 2018 ബിഷപ്പായിട്ട് സാഗർ രൂപതയിലേക്ക് വരിക. അവിടെ ഇപ്പോഴത്തെ സ്ഥിതി പണ്ടത്തെ സ്ഥിതിയിൽ നിന്നും വളരെ വളരെ വ്യത്യസ്തമാണ്. നമ്മളോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡുകളിലും നമ്മളെ കാണുന്ന രീതിയിലും എല്ലാം വ്യത്യാസമുണ്ട്. സാഗർ രൂപതയിലെ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അഭിമന്യ പിതാവ് വളരെ ശ്രദ്ധേയമായ നേതൃത്വമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ജീവകാരുണ്യ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ? വളരെയധികം പ്രശ്നങ്ങൾ സാഗർ രൂപതയിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. സാഗർ രൂപതയിൽ മാത്രമല്ല, മധ്യപ്രദേശിലും UP-യിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ നല്ല പ്രവർത്തനങ്ങളെല്ലാം സാഗർ രൂപതയിൽ മാനവ വികാസ് സേവാ സൊസൈറ്റി എന്ന് പറഞ്ഞുള്ള സോഷ്യൽ വർക്ക് വിങ്ങുണ്ട്. വളരെ കാര്യക്ഷമമായിട്ട് വളരെ നന്നായിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും നിരീക്ഷിക്കുവാനായിട്ട് ഓരോ വില്ലേജിലും ആളുകളുണ്ട്. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ അഗ്രികൾച്ചറൽ പ്രൊജക്റ്റ് ആകാം, പിന്നെ വിത്ത് കൊടുക്കുന്നു, പിന്നെ സ്മോൾ സ്കെയിൽ കർഷകർക്ക് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടെന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അവരുടെ വിളവ് നമ്മളെടുത്ത് അവർക്ക് കൂടുതൽ വില കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പണ്ട് വളരെ യാതൊരു പ്രശ്നവുമില്ലാതെ നമുക്ക് ചെയ്യാമായിരുന്നു. ഇപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഇത് അവരെ മതം മാറ്റാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ട്രിക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നൊക്കെയുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നും അല്ലെങ്കിൽ മറ്റു സൈഡിൽ നിന്നും ജനങ്ങളിലേക്ക് പറഞ്ഞ് അവരുടെ മനസ്സിൽ ഈ കമ്മ്യൂണൽ വിഷം കുത്തിവയ്ക്കുന്നുണ്ട്. ഒരു വില്ലേജിലെ സിസ്റ്റേഴ്സ് സ്ഥിരമായി പൊയ്ക്കൊണ്ടിരുന്നതാണ്. അവിടെ ഒരു മെഡിക്കൽ പ്രോജക്റ്റാണ്. അവിടെ ആളുകളുടെ പ്രഷർ, ഷുഗർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. കുഴപ്പമുള്ളവരുടെ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ളവരെ ഐഡൻറ്റിഫൈ ചെയ്യും. അങ്ങനെയുള്ള അതിന് അവർ പിന്നെ കുറച്ച് നേഴ്സുമാരും ഒക്കെ ആയിട്ട് സ്ഥിരം പോയിക്കൊണ്ടിരുന്നപ്പോൾ 2 മാസം മുമ്പ് അതിനടുത്തേക്ക് RSS പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വരാൻ പാടില്ല. കൂടുതൽ മനുഷ്യോചിതമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നതിന് ഗ്രാമവാസികളെ സജ്ജമാക്കുന്നതിന് വേണ്ടിയാണ് സഭ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷേ അതിന് വേറൊരു കാഴ്ചപ്പാടിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ ആളുകൾ വീക്ഷിക്കുന്നത്. പിതാവിൻ്റെ അനുഭവത്തിൽ മറക്കാൻ വയ്യാത്ത അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സംഭവം ഓർമ്മയിലുണ്ടോ? 2 വർഷം മുമ്പ് MMB പ്രദേശത്ത് നടത്തിയിരുന്ന ഒരു സ്കൂളിന്, അതും +2 പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ RSSകാർ, ബജരംഗദൾ, അവർ പല ഗ്രൂപ്പുകളുണ്ട്, സെക്ടറുണ്ട്, അവരൊക്കെ വന്ന് ഇൻസ്റ്റിറ്റ്യൂഷനെതിരെ കല്ലെറിയുകയും അവിടെ വന്ന് അവരെ അവിടെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാംപുര എന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു ഓർഫനേജ് ഉണ്ട് സാഗർ രൂപതയ്ക്ക്. അതിൻ്റെ റെക്കഗ്നിഷൻ്റെ കാലാവധിക്ക് തീരുന്നതിന് 1 വർഷം മുമ്പേ നമ്മൾ റിന്യൂ ചെയ്യാൻ അപ്ലൈ ചെയ്തതാണ്. അവർ അത് പല പ്രാവശ്യം റിമൈൻഡ് ചെയ്തിട്ട് അവർ അപ്രൂവ് ചെയ്ത് തന്നില്ല. അപ്പം അപ്രൂവ് ചെയ്ത് തരാതെ അപ്പോൾ അത് ഇല്ലീഗലാണ് എന്ന് അവർ പറഞ്ഞ് അവിടുന്ന് പിള്ളേരെ ഫോഴ്സ്ഫുള്ളായിട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിച്ചു. നമ്മൾ കോർട്ടിൽ പോയി സ്റ്റേ മേടിച്ചു. പക്ഷേ അതിന് വന്ന പോലീസുകാരും CWC ആൾക്കാരും ഒക്കെ വളരെ മോശമായ രീതിയിൽ പെരുമാറി. ചിലർ പള്ളിയിലൊക്കെ കയറി നമ്മുടെ സാക്രിസ്റ്റിയിൽ നിന്നുള്ള VNUP ഒക്കെ എടുത്തിട്ട് നമ്മളിവിടെ മദ്യപിക്കുകയാണെന്നൊക്കെയുള്ള രീതിയിൽ ഇൻ്റർപ്രിട്ടേഷൻ അതിന് ഒക്കെ വന്നു. അവർ നമ്മുടെ ചാപ്പലിലൊക്കെ കയറിയപ്പോൾ കൊച്ചന്മാർ 2 പേര് അവരെ തടയാനൊക്കെ നോക്കി. അപ്പോൾ അവരുടെ സർക്കാരിൻ്റെ അവരുടെ ജോലി ചെയ്യുന്നതിന് നമ്മൾ തടസ്സപ്പെടുത്തി എന്ന രീതിയിൽ FIR ഇട്ടു. അച്ഛന്മാരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന വഴിയിൽ അവരെ ഉപദ്രവിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. പിതാവെ, സഭയുടെ
സാമൂഹ്യക്ഷേമ, ആരോഗ്യ പരിപാലന, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയും അതിനെ തടസ്സം നിൽക്കുകയും ചെയ്യുന്ന ഒരു അധികാരി സമീപനം ഇന്ന് നിലനിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ഗ്രാമവാസികൾ ഈ വക കാര്യങ്ങളെക്കുറിച്ച് അവരെന്ത് പ്രതികരണമാണ് നടത്തുന്നതെന്ന് വിശദമാക്കാമോ? നേരിട്ട് ഉള്ള ഗുണഭോക്താക്കൾ നമ്മളോട് സഹകരിച്ച് നിൽക്കും. പക്ഷേ ഒരു ഗ്രാമത്തിൽ എല്ലാ ഗ്രാമവാസികൾക്കും ഇതിൻ്റെ ഗുണം ലഭിക്കുന്നില്ലല്ലോ. ഏതാനും ഫാമിലീസ് കാണും, അല്ലെങ്കിൽ 100 പേരുള്ള 100 കുടുംബമുള്ള ഒരു വില്ലേജിൽ ഒരു 80 പേർക്കായിരിക്കും അല്ലെങ്കിൽ 60 പേർക്കായിരിക്കും ഈ ഗുണങ്ങൾ ലഭിക്കുക. അവർ നമ്മളോട് പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമ്മളോട് ആരും കാണില്ല. അത് ഈ വ്യക്തികൾ, ഈ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ നല്ല മനുഷ്യരല്ലാത്തത് കൊണ്ടല്ല, അവർക്ക് പേടിയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി അല്ലെങ്കിൽ സിറ്റുവേഷൻ. ഈ ഭാഷാ പരിചയമൊന്നും ഇല്ലായിരുന്നല്ലോ പിതാവ് ആദ്യം ഈ സാഗറിലേക്ക് എത്തിയപ്പോൾ. തദ്ദേശീയമായിട്ടുള്ള ഭാഷ ഈ പറഞ്ഞ പോലെ ഹിന്ദി ആണ് എങ്കിലും നാട്ടുകാരായിട്ടുള്ള ആളുകളോടൊക്കെ ഇങ്ങനെ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിന് ഈ ഭാഷാ പരിചയക്കുറവ് ഒരു തടസ്സമായി തീർന്നിട്ടുണ്ടോ? അതോ തുടക്കം തൊട്ട് തന്നെ അവിടുത്തെ സെമിനാറുകളിലൊക്കെ പഠിച്ചതും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ മേഖല അതായതുകൊണ്ടും പിതാവിനത് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞോ? എൻ്റെ ഫോർമേഷൻ MBയിലല്ലായിരുന്നു, ഇവിടെ സൗത്തിലായിരുന്നു. മദ്രാസിലും മംഗളൂരിലുമായിരുന്നു. അതിനുശേഷം വൈദികനായിട്ടാണ് ആദ്യമായിട്ട് അവിടെ ചെല്ലുക. അതിനു മുമ്പ് ഒരു വർഷം റീജൻസിക്ക് അവിടെ താമസിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. കുറച്ച് ലാംഗ്വേജ് കോഴ്സൊക്കെ അവിടെ ഇൻറ്റൻസീവായിട്ട് കോഴ്സ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നത്. ലാംഗ്വേജ് വില്ലേജുകളിൽ, ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് ഒരു വലിയ തടസ്സമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഒരു എലീറ്റ് ഓഡിയൻസിൽ പ്രസംഗം പറയാൻ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഒരു തടസ്സമായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ജനങ്ങൾ നമ്മളെ മനസ്സിലാക്കും, നമ്മളെ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ഈ ഹിന്ദി പഠിച്ചാലും ഈ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ അവർ പറയുന്ന ഡയലക്റ്റ് വേറൊന്നാണ്. അത് നമുക്ക് അത്ര അങ്ങോട്ട് പിടികിട്ടിയില്ല. അല്ലെങ്കിൽ പക്ഷേ നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് അതൊരു തടസ്സമായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പം നമ്മുടെ രൂപതയുടെ വിവിധങ്ങളായിട്ടുള്ള കേന്ദ്രങ്ങളിൽ തദ്ദേശീയരായിട്ടുള്ള വൈദികർ ഉണ്ടോ? അവരുടെ നേതൃത്വപരമായിട്ടുള്ള കഴിവുകൾ വളർത്തിയെടുത്ത് തദ്ദേശീയമായ ഒരു സഭയുടെ രൂപീകരണത്തിന് വേണ്ടിയും ഇപ്പോൾ സമാന്തരമായി പ്രവർത്തിക്കുന്നുണ്ടോ? സാഗർ രൂപത കേരളത്തിനേക്കാളും വിസ്തീർണത്തിൽ വലുതാണ്. പക്ഷേ അവിടെ കത്തോലിക്കരുടെ എണ്ണം 4000-ന് താഴെയാണ്. തദ്ദേശീയരായിട്ടുള്ള അവിടെ നിന്നുള്ള വൈദികർ എന്ന് പറയാനായിട്ട് 4 വൈദികർ മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് വൈദികർ ദൈവങ്ങളിലേക്ക് കിട്ടി വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഇനിയും ഏറെ സമയം എടുക്കും. സാഗർ രൂപതയിലെ മെത്രാൻ എന്ന നിലയിൽ അവിടുത്തെ ഏറ്റെടുത്തിരിക്കുന്ന പദ്ധതികളെക്കുറിച്ച് അഭിനന്ദ പിതാവ് ഒന്ന് പങ്കുവയ്ക്കാമോ? സാഗർ രൂപതയിൽ ഞാൻ ജോലി ചെയ്ത സ്ഥലമല്ല. ഒരു മേലധ്യക്ഷൻ എന്ന രീതിയിലാണ് ആദ്യം സാഗർ രൂപതയിലേക്ക് ഞാൻ ചെല്ലുക. ഞാൻ 4ാമത്തെ ബിഷപ്പാണ്. അതിനോടകം സാഗർ രൂപതയ്ക്ക് നല്ല അടിസ്ഥാനം ഇട്ടിരുന്നു എനിക്ക് മുമ്പുള്ള ബിഷപ്പുമാർ. ഇപ്പോൾ ആ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ സജീവമായി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഉദ്യമത്തിലാണ് ഞാൻ പ്രവർത്തിക്കുക. വലിയ പ്ലാനും പദ്ധതിയും കൃത്യമായിട്ടുള്ള മാസ്റ്റർ പ്ലാനിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ മനോഭാവം മിഷൻ വർക്ക് ഈസ് ദ വർക്ക് ഓഫ് ഗോഡ്, പരിശുദ്ധാത്മാവിൻ്റെ ജോലിയാണ്. അപ്പോൾ അരൂപി നമ്മളോട് പറയുന്നതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകുക എന്ന ഒരു രീതിയിലാണ് ഞാൻ നീങ്ങുന്നത്. ഞാൻ ചെന്നതിന് ശേഷം 3 പുതിയ സെൻറ്ററുകൾ ആരംഭിച്ചു. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂള് ആരംഭിച്ചു. അങ്ങനെ പിന്നെ മറ്റ് നേരത്തെ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് കൊണ്ടുപോകാനായിട്ട്
അച്ഛന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും അവരോടൊത്ത് പ്രവർത്തിക്കുകയും ചെയ്യുക. ഒരു മിഷനറി ആയിട്ട് പ്രവർത്തിക്കണമെന്ന് പിതാവ് നേരത്തെ ആഗ്രഹിച്ചിരുന്നോ? ദൈവവിളിയിലേക്ക് പിതാവിനെ നയിച്ച കാര്യങ്ങൾ ഒന്ന് പറയാമോ? ഞാൻ പഠിച്ചത് പള്ളത്താണ്, താമസിക്കുന്നത് ചിങ്ങവനത്താണ്. പുളുങ്ങനിൽ നിന്നാണ്. പുളുങ്ങനിൽ ജനിച്ചെങ്കിലും അച്ചാച്ചൻ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നുകൊണ്ട് സ്ഥലം മാറുന്നതനുസരിച്ച് പലയിടത്ത് പോയി അവസാനം ചിങ്ങവനത്ത് വന്ന് താമസിച്ചു. അവിടെ ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ കത്തോലിക്കർ തീരെ കുറവാണ്. സ്കൂളിൽ ഞാനും വേറൊരാളും 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കത്തോലിക്കരായിട്ട്. അപ്പോൾ ദൈവവിളിയെ പറ്റി 10ാം ക്ലാസ് കയറി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത്. പക്ഷെ ആദ്യമേ തന്നെയുള്ള ആ ചിന്ത വന്നപ്പോൾ തന്നെ ഒരു കാര്യം തീർച്ചയായിരുന്നു, രൂപതയ്ക്ക്, കേരളത്തിലെ രൂപതയ്ക്കല്ല, മിഷന് പോകണം, മിഷനിൽ പോയി ജോലി ചെയ്യണം, യേശുവിന് വേണ്ടിയിട്ട് ആത്മാക്കളെ നേടണം എന്നുള്ള ആ ഒരു ലക്ഷ്യമായിരുന്നു ആദ്യമേ തന്നെ എൻ്റെ ദൈവവിളിയുടെ തുടക്കത്തിൽ തന്നെയുള്ളത്. അതിന് മിഷൻ ലീഗായിരിക്കണം കൂടുതലും സഹായിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. വൈദിക സന്യാസ ജീവിതാന്തസ്സുകളിലേക്ക് യുവജനങ്ങൾ കടന്നു വരുന്നതിന് ഈ കാലഘട്ടത്തിൽ കുറവ് സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് ഒരു നിരീക്ഷണം. എന്ത് കാര്യങ്ങൾ മാറ്റം വരുത്തിയാൽ ഇങ്ങനെ ഒരു കുറവ് നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന്, പ്രത്യേകിച്ച് പിതാവിനുള്ള നിർദ്ദേശങ്ങളോ പരിശീലന കാര്യത്തിലുണ്ടാകേണ്ട മാറ്റത്തെക്കുറിച്ച് എന്തെങ്കിലുമോ? നമ്മുടെ കുടുംബം നല്ലതാണെങ്കിൽ, പ്രാർത്ഥനയുള്ളതാണെങ്കിൽ, ദൈവഭക്തി ഉള്ളതാണെങ്കിൽ, പള്ളിയോടും സഭയോടും ചേർന്ന് നിൽക്കുന്ന കുടുംബമാണെങ്കിൽ ദൈവവിളിക്ക് ഒരിക്കലും കുറവുണ്ടാകില്ല. കുടുംബപരമായ കുടുംബജീവിതത്തിലാണ് കാര്യമായിട്ടുള്ള ശ്രദ്ധ സമൂഹം പൂർണ്ണമായിട്ടും കൊടുക്കേണ്ടത് തന്നെയാണ് സഭ കൊടുക്കേണ്ടത്. സാക്ഷ്യം സ്നേഹത്തിൽ എന്നാണല്ലോ പിതാവിൻ്റെ ആപ്തവാക്യം. ആ ആപ്തവാക്യം തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകമായ കാരണങ്ങൾ പിതാവിന് ഉണ്ടോ? യോഹന്നാൻ എഴുതിയ ലേഖനം, 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം സ്നേഹമാണ്. സ്നേഹമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. മനുഷ്യാവതാരവും നമ്മുടെ രക്ഷാകര പ്രവൃത്തിയുടെയും എല്ലാം മൂലകാരണം ദൈവം സ്നേഹമായതുകൊണ്ടും ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടും ആ സ്നേഹത്തിലേക്ക് നമ്മെ കൂട്ടിച്ചേർക്കണമെന്നുള്ള ഒരേ ഒരു കാര്യം കൊണ്ടാണ്. അപ്പം ക്രിസ്ത്യാനിയാകുക, വൈദികനാകുക, അല്ലെങ്കിൽ ബിഷപ്പായിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്നേഹത്തിൽ ഊന്നൽ കൊടുത്ത് സ്നേഹിക്കുന്ന വ്യക്തിയായി ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് ജീവിക്കുക എന്നാണ് അടിസ്ഥാനപരമായ എൻ്റെ കാഴ്ചപ്പാട്. പ്രസംഗങ്ങളെക്കാളും മറ്റ് പ്രവർത്തനങ്ങളെക്കാളും ജീവിതത്തിലൂടെ അതിന് സാക്ഷ്യം വഹിക്കുക എന്ന ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ആഗ്രഹം, അതാണ് എന്നെ ഈ 2 വാക്ക് എടുക്കുവാനായിട്ട് പ്രേരിപ്പിച്ചത്. അതിൽ ഉറച്ച് മുന്നോട്ട് പോകുന്നു. സഭയുടെ വിവിധ തലങ്ങളിൽ ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ ഈ കാലയളവിൽ അഭിനന്ദ പിതാവ് നിർവഹിച്ചിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ നിർബാധം തുടരാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. സുവിശേഷീകരണം വടക്കേ ഇന്ത്യയിലെ സമകാലിക പശ്ചാത്തലത്തിൽ എത്രമാത്രം പ്രതിസന്ധികൾ നിറഞ്ഞതായാണ്, അതിനെ അതിജീവിക്കുവാൻ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തനങ്ങൾ ഇനി രൂപപ്പെടുത്തേണ്ടത്? പ്രതിസന്ധികൾ എപ്പോഴും കാണും, ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ. എത്രമാത്രം നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുന്നു അത്രമാത്രം നമ്മൾ കൂടുതൽ ധൈര്യമുള്ളവരായും അല്ലെങ്കിൽ അതിനെ മറികടക്കാനായിട്ടുള്ള ശക്തി തമ്പുരാനിൽ നിന്ന് സംഭരിച്ച് മുന്നോട്ട് പോകുക, അങ്ങനെ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സഭയുടെ ആദ്യകാലത്തിലുള്ള പേഴ്സിക്യൂഷനും സഭാപീഡനവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല. നമ്മൾ ഒരു 10-20 കൊല്ലം മുമ്പ് വരെ വളരെ ഈസി ആയിരുന്നു, നമുക്ക് ഒബ്ജക്ഷനോ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ പോകാമായിരുന്നു. ഇപ്പോൾ ആ സിറ്റുവേഷനല്ല. പക്ഷേ അതുകൊണ്ട് നമ്മൾ പുറകോട്ട് മാറുകയോ നമ്മൾ നിരാശരാകുകയോ ചെയ്ത് മാറി നിന്നിട്ട് കാര്യമില്ല. അതൊക്കെ നാച്ചുറലായിട്ട് കുറച്ചൊക്കെ സംഭവിക്കും. പക്ഷേ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ തീക്ഷ്ണമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്
സഭയുടെ നേതൃത്വവും എല്ലാവരും ചിന്തിക്കുകയും അതുതന്നെയാണ് ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ഈ നമ്മളിപ്പം 2025 ജൂബിലി ഇയർ പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ തീർത്ഥാടകരാണ്. അന്ന് ആ പ്രത്യാശയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. സാഗർ രൂപതയിൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവിടെയും സുവിശേഷ പ്രഘോഷണം നടക്കുന്നുണ്ട്. നമ്മൾ കാറ്റഗിസ്റ്റുമാരുണ്ട്, പ്രാർത്ഥനാ സെൻറ്റേഴ്സുണ്ട്. ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്, ദ ബെസ്റ്റ് വേ ഓഫ് എവാഞ്ചലൈസേഷൻ ഈസ് പ്രെയർ. കൊച്ചു ത്രേസ്യ പുണ്യാവതി മിഷൻ്റെ മധ്യസ്ഥയാണല്ലോ, ഒരിടത്തും പോയില്ല, പക്ഷേ പ്രാർത്ഥനയിലൂടെ ആത്മാക്കളെ നേടി. നമുക്കങ്ങനെ പ്രാർത്ഥനാ സെൻറ്ററുകളുണ്ട്, പ്രാർത്ഥനയിലൂടെ ഉള്ള പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ തന്നെ നേരിട്ട് മിഷൻ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാം. അതിന് ആ രീതിയിൽ എന്തെല്ലാം തടസ്സമുണ്ടെങ്കിലും ആ തടസ്സത്തെ മറികടക്കാനായിട്ടുള്ള തീഷ്ണതയും വിശ്വാസവും ദൈവാശ്രയം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നേറാം. നമ്മുടെ സാഗർ രൂപത അടക്കമുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള ഒരു വൈദിക നിരയുടെ വലിയ സാന്നിധ്യമുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ വഴിയായി പുതിയ തൊഴിൽ മേഖലകളും സംരംഭങ്ങളും ഒക്കെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി തുടങ്ങാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ കഴിയുന്നുണ്ടോ? ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള പ്രൊജക്റ്റുകളൊന്നും നമുക്ക് ആദ്യം കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും പ്രൊജക്റ്റുകളും അല്ലെങ്കിൽ ക്രിസ്ത്യൻ പേര് തന്നെ കാണുമ്പോഴത്തേക്ക് അതിനെ റിജക്റ്റ് ആകുന്ന ഒരു സിറ്റുവേഷനാണ് വടക്കേ ഇന്ത്യയിലുള്ളത്. അപ്പോൾ വലിയ മെഗാ പ്രൊജക്ട്സ് ആ രീതിയിൽ ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം പിന്നെ മധ്യപ്രദേശ് എന്ന് പറയുന്നുള്ള ആ ഏരിയ അതുപോലെ അത്രയ്ക്ക് നമ്മളോട് റെസിസ്റ്റൻസ് ഉള്ള ഒരു ഏരിയയാണ്. ചെറിയ തോതിൽ ഉള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ നമുക്ക് സ്കൂളുണ്ട്, ഹോസ്റ്റലുകളുണ്ട്, ഹെൽത്ത് സെൻറ്റേഴ്സുണ്ട്, സാമൂഹ്യ ഞാൻ പറഞ്ഞില്ലേ മനോവികാസ് എന്ന് പറഞ്ഞ സോഷ്യൽ വർക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു വിങ്ങാണ്. അവരിലൂടെ പിന്നെ ചില ഏരിയകളിലൊക്കെ നമ്മൾ കാറ്റഗിസ്റ്റ് മുഖാന്തരം അച്ഛന്മാരുടെ സപ്പോർട്ടോടുകൂടി സുവിശേഷം പ്രസംഗിച്ച് നമ്മളിലോട്ട് ക്രിസ്തുവിലോട്ട് ആളുകളെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. മധ്യപ്രദേശിലെ ബിഷപ്പ് കോൺഫറൻസിൻ്റെ യുവജന കമ്മീഷൻ്റെ ചെയർമാൻ എന്ന നിലയിൽ പിതാവാണല്ലോ നേതൃത്വം ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മധ്യപ്രദേശ് സംസ്ഥാനത്തെ വിവിധ രൂപതകളിലുള്ള യുവജന നയവും പ്രവർത്തനങ്ങളും ഒന്ന് വിശദീകരിക്കാമോ? മധ്യപ്രദേശിൽ 9 രൂപതകളാണുള്ളത്. 6 ലാറ്റിൻ രൂപതകളും 3 സീറോ മലബാർ രൂപതകളും. ഇപ്പോൾ മധ്യപ്രദേശിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനായിട്ട് ഞാൻ സേവനം ചെയ്യുന്നു. എൻ്റെ രൂപതയിലെ തന്നെ ഒരു അച്ഛനാണ് MB റീജൻ്റെ സോഷ്യൽ വർക്കിൻ്റെ ഡയറക്ടർ. വളരെ മിടുക്കനായിട്ടുള്ള തീഷ്ണമായിട്ടുള്ള ഒരു ജോഷി എന്ന് പറയുന്ന അച്ഛനാണ് ചെയ്യുക. നമ്മൾ രൂപതാതലത്തിൽ പിന്നെ സോണായിട്ട് തിരിച്ച് സോൺ തലത്തിൽ അതുപോലെ MB റീജൻ മൊത്തമായിട്ടുള്ള രീതിയിലുള്ള പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. സെമിനാറുകൾ, റിട്രീറ്റുകൾ, മോട്ടിവേഷൻ ക്യാമ്പ്സ്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഏതു പ്രസ്ഥാനമാണെങ്കിൽ യുവജന പ്രസ്ഥാനമാണെങ്കിൽ അതിൻ്റെ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു പാരീഷിലെ യുവജനങ്ങൾ എത്രമാത്രം സ്ട്രെങ്ത്, അതാണ് അതിൻ്റെ സ്ട്രെങ്ത്. വലിയ മെഗാ ഷോയും വലിയ മെഗാ പ്രസ്ഥാനങ്ങൾ രൂപതലത്തിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് തലത്തിൽ ചെയ്ത് അത് ഒരു ഷോയോ അല്ലെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ട്, അതോടുകൂടി തീർന്നു. പക്ഷേ ഒരു പ്രസ്ഥാനത്തിന് യുവജനങ്ങൾ എത്രമാത്രം ആക്റ്റീവാണ് എന്ന് അറിയുന്നത് ആ ഒരു ഇടവകയിൽ ചെന്ന് ആ ഇടവകയിൽ എങ്ങനെ ജീവിക്കുന്നു, എന്തു ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുക. അപ്പോൾ ഞാൻ അവരോട് പറയുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ ശക്തമായിട്ട് നന്നായി പ്രവർത്തിക്കുകയും നന്നായി ചെയ്യുവാനായിട്ടുള്ള ആ രീതിയിൽ മുന്നോട്ട് പോകാൻ. ഈ MBയിൽ യുവജനങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക, അല്ലെങ്കിൽ ഈ അവിടുത്തെ സിറ്റുവേഷൻ ഉണ്ടല്ലോ. കഴിഞ്ഞ വർഷം കാണ്ഡുവ രൂപതയിൽ അവധിക്കാലത്ത് ആ രൂപതയിലുള്ള
യുവജനങ്ങളെയെല്ലാം അവധിക്കാലത്ത് സ്കൂളിലോട്ട് 5 ദിവസത്തെ ക്യാമ്പിന് കൊണ്ടുവന്നത് വണ്ടിയിൽ ഇവർ വരുന്നത് കണ്ട് പിന്നെ മറ്റുള്ളവർ വന്ന് ബ്ലോക്ക് ചെയ്തു, ഇവിടെ നിന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ അങ്ങനെയുള്ള വലിയ പ്രസ്ഥാനങ്ങളിലോട്ട് പോകാറില്ല. കുടിയേറ്റ മേഖലകളിലേക്കും അങ്ങനെ കുടിയേറി പോകുന്ന ആളുകളുടെ കാര്യങ്ങൾ നടത്തുന്നതിലാണ് സഭയുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് ചിലരെങ്കിലും പറയാറുണ്ട്. മിഷൻ പ്രവർത്തനങ്ങളോടുള്ള നമ്മുടെ ആഭിമുഖ്യം കുറഞ്ഞു വരുന്നുണ്ടോ? ആ ഒരു വസ്തുത നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അത് തിരുത്തുവാനായിട്ടുള്ള പ്രയത്നങ്ങളൊക്കെ വേണം. എങ്കിൽ തന്നെ അത് ഉടനെ അത് നിൽക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ മൈഗ്രൻസ് ആർ ഓൾസോ മിഷണറീസ്. ഇപ്പം ഇവിടുന്ന് മലബാറിൽ പോയി അവിടെ അങ്ങനെയാണ് മലബാർ വളർന്നത്, പിന്നെ സഭ അവിടെ വളർന്നതും. അപ്പോൾ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയാലും അവിടെ അവർ നല്ല ക്രിസ്ത്യാനികളായി അവിടെ ഉള്ളവർക്ക് പ്രേരണ നൽകുന്ന മിഷണറിമാരായിട്ട് മാറുന്നതിന് അതിൽ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് ചെയ്യുകയും വേണം. പക്ഷേ വടക്കേ ഇന്ത്യൻ മിഷനും വേണ്ട ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഞങ്ങൾ സിനഡിലൊക്കെ വരുമ്പോൾ അത് പറയാറുണ്ട്. സിനഡിൽ കൂടുതലും ഒരു 80%-നേക്കാളും 90% സമയവും നമ്മുടെ ലോക്കൽ ഇഷ്യൂവും കേരള കാര്യങ്ങളുമൊക്കെയാണ് ചർച്ച ചെയ്യാറുള്ളതും. അപ്പോൾ മാതൃസഭ, അതായത് കേരള സഭ മിഷനെ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം, അവരുടെ ഒപ്പം ഉണ്ടായിരിക്കണം. ദൈവവിളി ഇവിടെ നിന്നുള്ളവരെ അങ്ങോട്ട് അവിടേക്ക് പ്രോത്സാഹിപ്പിക്കണം. ഈ കാര്യങ്ങളിലൊക്കെ ഒത്തിരി കുറവുണ്ട്. അപ്പോൾ മാതൃസഭ കൂടുതൽ സജീവമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും മിഷന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം, അതുപോലെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നേരുമ്പോൾ സഹായിക്കാനായി വരികയും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആ രീതിയിൽ വേണം. 1984 വൈദികനായി ഇപ്പോൾ അതിൻ്റെ റൂബി ജൂബിലി അഭിനന്ദ പിതാവ് പിന്നിട്ടിരിക്കുകയാണ്. 2024 40 വർഷം പൂർത്തീകരിച്ചു. മേൽപ്പെട്ട ശുശ്രൂഷയിൽ വളരെ സാർത്ഥകമായ 6 വർഷങ്ങളും അഭിനന്ദ പിതാവ് പിന്നിട്ടിരിക്കുകയാണ്. മധ്യപ്രദേശിലെ സാഗർ പോലെയുള്ള മിഷണറി പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നടത്തേണ്ട ഒരു രൂപതയുടെ ഭാരിച്ച ഉത്തരവാദിത്വം വളരെ വിജയകരമായി പൂർത്തീകരിച്ച് അഭിനന്ദ പിതാവിൻ്റെ ആപ്തവാക്യത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ സ്നേഹത്തിലുള്ള ആ സാക്ഷ്യം അനേകരെ നേടുന്നതിന് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. അഭിനന്ദ പിതാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഷാലോം TV-യുടെ എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ വിജയങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു. സന്തോഷം.